പലർക്കും ട്രോമ എന്ന് കേൾക്കുമ്പോൾ അത് മനസ്സിൽ വരുന്നത് അപകടങ്ങൾ, യുദ്ധങ്ങൾ, ആക്രമണങ്ങൾ പോലുള്ള വലിയ വലിയ സംഭവങ്ങളാണ്. അവ ട്രോമയാണ്. പക്ഷേ ട്രോമ അതുമാത്രമല്ല. ഒരു കുഞ്ഞിന് അമ്മയിൽ നിന്ന് വേർപെടേണ്ടി വന്ന അനുഭവം ഒരു ട്രോമയാകാം. തുടർച്ചയായി അവഗണിക്കപ്പെട്ട ഒരു അനുഭവം ട്രോമയാവാം. അച്ഛൻ കുടുംബം വിട്ടുപോയത് ട്രോമയാവാം. പ്രിയപ്പെട്ട ഒരാളുടെ മരണം, അതും ട്രോമയാവാം. ഒരു കുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ സംഭവിച്ച എന്തും ചിലപ്പോൾ ഒരു ട്രോമയായിട്ട് മാറാം. പ്രശ്നം ആ സംഭവത്തിലല്ല, ആ സംഭവം നമ്മുടെ ശരീരത്തിലും മനസ്സിലും എങ്ങനെ പതിഞ്ഞു എന്നതാണ് പ്രധാനം. ഈ സൈക്കോളജിസ്റ്റുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്. വളരെ വലിയ ഭയമോ ആഘാതമോ സംഭവിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ സംസാരിക്കുന്ന ഭാഗം ചില സമയത്തേക്ക് പ്രവർത്തനം കുറയ്ക്കും. അതിനാൽ പലർക്കും അവരുടെ ട്രോമയെക്കുറിച്ച് പറയാൻ പോലും കഴിയാറില്ല. അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാം, പക്ഷേ അത് വാക്കുകളാക്കി പറയാൻ കഴിയില്ല. അതുകൊണ്ട് ട്രോമ ഓർമ്മയായിട്ട് സൂക്ഷിക്കപ്പെടുന്നില്ല. പകരം അത് ശരീരത്തിലെ വികാരങ്ങളായും ചിത്രങ്ങളായും ഭയങ്ങളായും സൂക്ഷിക്കപ്പെടുന്നു. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും അവ അവിടെ തന്നെ തുടരും. ഒരു പ്രത്യേക സാഹചര്യം വന്നാൽ അവ വീണ്ടും സജീവമാകും. അപ്പോൾ നമുക്ക് തോന്നും, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്ന്. ഒരു തെറാപ്പിസ്റ്റ് ആയിരുന്ന മാർക്ക് ബോളിൻ എഴുതിയ ഇറ്റ് ഡിഡിൻറ്റ് സ്റ്റാർട്ട് വിത്ത് യു എന്ന പുസ്തകത്തിലെ ഒരു കഥ പറയുന്നുണ്ട്. നല്ല കായിക താരവും വിദ്യാർത്ഥിയുമായിരുന്നൊരു കുട്ടി ജീവിതം നന്നായി മുന്നോട്ട് പോകുന്നതിനിടയിൽ 19-ാം വയസ്സിൽ ഒരു ദിവസം രാത്രി അവൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നു. അവന് ശരീരത്തിൽ അതിശക്തമായ തണുപ്പ് അനുഭവപ്പെട്ടു. അതിനുശേഷം ഒരു ഭയം, ഇനി ഞാൻ ഉറങ്ങിയാൽ ഉണരില്ല എന്ന ഭയം. ആ രാത്രി മുതൽ അവന് ഉറങ്ങാനേ കഴിഞ്ഞിട്ടില്ല. ഡോക്ടർമാരെ കണ്ടു, സൈക്കോളജിസ്റ്റുകളെ കണ്ടു, മരുന്നുകൾ കുറെ കഴിച്ചു, പക്ഷെ ഒന്നും ഒരു ഫലം കണ്ടില്ല. പിന്നീട് കുടുംബ ചരിത്രം പരിശോധിച്ചപ്പോൾ ഒരു ഞെട്ടിക്കുന്ന ഒരു കാര്യം കണ്ടെത്തി. അതായത് അവൻ്റെ പിതാവിൻ്റെ സഹോദരൻ 19-ാം വയസ്സിൽ മഞ്ഞിൽ തണുത്തു മരിച്ചിരുന്നു. ഉറക്കത്തിലേക്ക് വഴുതി വീണുകൊണ്ടായിരുന്നു മരണം. ആ കുടുംബം പിന്നീട് ഒരിക്കലും ആ സംഭവം സംസാരിച്ചിട്ടേ ഇല്ല. പക്ഷേ ആ ഭയം ആ കുടുംബത്തിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടില്ല. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം അത് ഈ ഒരു കുട്ടിയുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ അതിശയോക്തിയായിട്ട് തോന്നാം. പക്ഷേ നമ്മൾ പലപ്പോഴും വഹിക്കുന്നത് നമ്മുടെ ഓർമ്മകളല്ല, കുടുംബത്തിൻ്റെ ഓർമ്മകളോ ആവാം.